സകലവിധ ദോഷങ്ങളും അകന്ന് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോകുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും, തീർച്ചയാണ്. ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത? ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. ശത്രുദോഷങ്ങളൊക്കെ അകന്നു പോകും. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്ര ജാതകർ ഒരുപാട് യാതനകൾ, ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ്. ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ പോകുകയാണ് ഈ നക്ഷത്ര ജാതകർ. 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ഇവർക്കൊരു ഭാഗ്യക്കുറി അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഞാനും പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും അധികം പവർ. നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ നേടിയെടുക്കാൻ കൊതിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങളെ ചതിച്ചവരും നിങ്ങളെ വഞ്ചിച്ചവരും ഒക്കെ നിങ്ങൾ തകർന്നു കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ അവിടെയൊന്നും തകരില്ല. നിങ്ങൾക്ക് വലിയ ഉയർച്ച വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇവരുടെ ഭാഗ്യ നമ്പരും അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും അറിയാം. ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുവാൻ യോഗം ഈ നക്ഷത്രജാതകർക്കുണ്ട്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഞെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടണിലും അമർത്താൻ മടി കാണിക്കരുതേ. മേടക്കൂറിലെ അശ്വതിക്കിത് ലോട്ടറി അടിക്കുന്ന സമയമാണ്. ഇവരുടെ ഭാഗ്യ നമ്പർ 7 ഈശ്വരാധീനത്താൽ എല്ലാ രീതിയിലും ഐശ്വര്യം വർദ്ധിക്കും. ഒരു കുഞ്ഞു തുകയെങ്കിലും അശ്വതിക്ക് ഭാഗ്യമായി എത്തും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭാഗ്യ നമ്പർ 5. ലോട്ടറി ഭാഗ്യമുണ്ട്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ധനലാഭമാണ് ഫലം. അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്ക് അടിക്കും. ഈ നാളുകാർക്ക് എല്ലാ ദോഷങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോവുകയാണ്. അടുത്ത നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇന്ന് രാവിലെയും പൂജയുണ്ടായിരുന്നു. ഉമാമഹേശ്വര പൂജയായിരുന്നു. ആ പൂജയിൽ ഒരുപാട് പേർ പങ്കെടുത്തു. ഇന്നും നിങ്ങൾക്ക് നല്ലതുകൾ വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയും പൂജ ചെയ്തിരുന്നു. തീർച്ചയായും അടുത്ത ദിവസവും പൂജയുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അടുത്ത നക്ഷത്രം മിഥുനക്കൂറിലെ മകീര നക്ഷത്രമാണ്. ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം. ലോട്ടറി അടിക്കും. വലിയ വീട് വയ്ക്കും. വിദേശത്ത് പോകും. കാനഡയിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ അതിന് സാധിക്കും. എല്ലാ രീതിയിലും സൗഭാഗ്യമാണ്. മകീര നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ 9. അടുത്ത ലോട്ടറി അടിക്കുന്ന നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രമാണ്. ഉത്രത്തിനും ഭാഗ്യമാണ്. ഭാഗ്യ നമ്പർ 7. ഉത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ 7. ഭാഗ്യമാണ്. ഭദ്രകാളി ദേവിയൊക്കെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തത്തിൻ്റെ ഭാഗ്യ നമ്പർ 7. ഭാഗ്യമുള്ള നക്ഷത്രമാണ്. എല്ലാ രീതിയിലും ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിരയുടെ ഭാഗ്യ നമ്പർ 1. ഭാഗ്യമാണ്. എല്ലാ രീതിയിലും ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖങ്ങളൊക്കെ മറക്കുക. വിദേശത്തു നിന്നുമൊക്കെ ധാരാളം ധനം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും, ഉറപ്പാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും നിങ്ങളുടെ ദിവസം പ്രാർത്ഥിക്കുക. തീർച്ചയായും അത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള കാരണമാകും. അപ്പോൾ ചിത്തിര നക്ഷത്ര ജാതകർ അവരുടെ ചിത്തിര നക്ഷത്ര നാളിൻ്റെ അന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ നിങ്ങൾ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥന ഒക്കെ നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം വൃശ്ചികക്കൂറിലെ അനിഴമാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. അനിഴത്തിൻ്റെ ഭാഗ്യ നമ്പർ 3. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ഭാഗ്യ നമ്പർ 5. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ നല്ല കാര്യം
തീർച്ചയായും നടക്കും, ഉറപ്പാണ്. പ്രാർത്ഥന നടത്തുക, മുന്നോട്ട് പോവുക. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങളെത്തുന്നു. അടുത്ത നക്ഷത്രം മീനക്കൂറിലെ ഉത്രട്ടാതിയാണ്. അവർക്കും ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുകയാണ്. ഒത്തിരി സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവരെത്തും. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഉത്രട്ടാതിയുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 9 അടുത്ത നക്ഷത്രം രേവതിയാണ്. നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവർ ഗണപതി ഹോമം നടത്തുക. അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 2 2 അവസാനിക്കുന്ന സംഖ്യയൊക്കെ എടുക്കുന്ന ഇവർക്ക് ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.